നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇത് ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളെ പരിപാടി വെള്ളത്തിൽ നിന്ന് മീനിനെ പിടിക്കാനാണ്. ആദ്യം ഈ വെള്ളം മൊത്തം വറ്റിച്ചിട്ട് വേണം ഈ മീനിനെ പിടിക്കാൻ. വെള്ളത്തിൽ നിറയെ മീനുണ്ട്. ഞങ്ങൾ ഇന്നേവരെ ഈ കുളത്തിലുള്ള മീനിനെ നേരിട്ട് കണ്ടതില്ല. ഞങ്ങൾ ഈ വെള്ളത്തിലിറങ്ങി മീനിനെ പിടിക്കാനുള്ള ആവേശത്തിലാണ്. ഞങ്ങൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ കുളത്തിൽ. ഒടുവിൽ ഞങ്ങൾ വെള്ളമെല്ലാം വാങ്ങിച്ച് ആ മോട്ടറിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിലൊരു പോത്ത് കുത്തിയ കണക്ക് കിടക്കുന്നതാണ് എൻ്റെ മാമൻ. ഒരു പച്ച ജേഴ്സിയും ഇട്ടാണ് എൻ്റെ മാമൻ ആ വെള്ളത്തിൽ കിടക്കുന്നത്. ആദ്യം വെള്ളത്തിൽ ഇറങ്ങിയപ്പം നല്ല സുഖമാണെന്ന് പറഞ്ഞൊരു പോത്ത് കുത്തിയ കണക്ക് എഴുന്നേക്കാതെ അവിടെ കിടക്കുകയാണ്. വെള്ളം ഞങ്ങളിങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പച്ച കളർ വെള്ളമാണ്. ഇതെൻ്റെ മാമൻ്റെ വീട്ടിലാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഞാനും ചേട്ടനും മാമൻ്റെ കൂട്ടുകാരും അപ്പായും കൂടെ സൈഡിൽ നിൽപ്പുണ്ട്. ഈ കുളത്തിൻ്റെ പകുതി വെള്ളവും വറ്റിച്ചാൽ നമുക്കിറങ്ങാം. ഈ വർഷത്തെ ആദ്യത്തെ കുളം വറ്റിക്കലാണ്. മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീനെ പിടിക്കാൻ പോകുന്നത്. മാമനും മാമൻ്റെ കൂട്ടുകാരും ഒക്കെ ഇറങ്ങി. നമുക്ക് ആദ്യം ഇറങ്ങാൻ മതിയുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഇറങ്ങാമെന്ന് കരുതി. കുറേ മീനൊക്കെ കിട്ടാൻ പോയി. പക്ഷെ കയ്യിൽ നിന്ന് സ്ലിപ്പായി അത് വെള്ളത്തിൽ വീണു. 2 വലയുണ്ടായിരുന്നു. പക്ഷെ 2 വലയുടെ നടുക്ക് ഒരു ഓട്ടയുള്ളതുകൊണ്ട് മീനെയൊക്കെ പിടിക്കുമ്പോൾ മീൻ ചാടി ആ ഓട്ടയിൽ കൂടെ വെള്ളത്തിൽ വീഴും. ഇതിലൊരു പൊളവനുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പേടിയായിരുന്നു. പിന്നെ മാമന്മാരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല ഇറങ്ങിക്കോന്ന്. പക്ഷെ നമ്മൾ ഇപ്പോഴിറങ്ങിയില്ല. ഇപ്പോൾ സൈഡിൽ നിന്ന് മാമന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നു മീൻ എവിടെയാണെന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ മാമന്മാർ കുറച്ച് മീനെ പിടിച്ച് കരയിട്ടു. അപ്പോൾ നമുക്ക് സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് കുളത്തിൽ നിന്ന് മീനെ പിടിക്കുന്നത് ലൈവായിട്ട് കാണുന്നത്. പിന്നെ ഞാനിങ്ങനെ വട്ടത്തിൽ നടന്ന് എവിടെയെങ്കിലും മീനുണ്ടോയെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൽ മുള്ള് കൊണ്ടു. അപ്പം മുള്ള് നോക്കുമായിരുന്നു. അപ്പം മാമന്മാർ കുറച്ച് മീനെ പിടിച്ചു. പിന്നെ എൻ്റെ ചേട്ടൻ സൈഡിൽ നിന്ന് മീനെയൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. പിന്നെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി. പക്ഷെ കുറച്ച് ഇറങ്ങിയുള്ളൂ, അകത്തോട്ടൊന്നും പോയില്ല. ചേട്ടനൊരു മീനെ പിടിച്ച് അപ്പാടെ കൈ കൊടുത്തു. പിന്നെ അതിൽ കുറേ മീനുണ്ട്. മുള്ളുള്ള മീനാണ് തോർത്തിട്ട് പിടിക്കുന്നത്. അല്ലാത്ത മീനെ കൈവച്ചും പിടിക്കാം. ഈ കുളത്തിൽ ആമയും വേറെ പല ജീവികളുമുണ്ട്. കുറേ ആമകളെയൊക്കെ നമുക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടി. ആമകളെ ഇറക്കിയിട്ട് ചന്ദ്രനിലോട്ട് പോകുന്ന കണക്കാണ് ആമകളെ എടുത്ത് എറിഞ്ഞത് അപ്പുറത്തെ കുളത്തിലേക്ക്. ഞങ്ങൾ വല വെച്ച് മീനിനെ പിടിക്കാൻ നോക്കി. ഞാനും എൻ്റെ അനിയനും കുറേ മീനിനെ പിടിച്ചു. ചേട്ടന്മാർ മീനിനെ പിടിക്കാൻ നോക്കിയെങ്കിലും കുറച്ച് മീനിനെ കിട്ടിയുള്ളൂ. ആദ്യം പിടിച്ച മീനിനെ 2026 ആദ്യത്തെ മീനെന്ന് പറഞ്ഞായിരുന്നു സന്തോഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ കിട്ടിയ മീനെല്ലാം കയ്യിൽ നിന്ന് ചാടി പോകുമായിരുന്നു. ഞാനും എൻ്റെ അനിയനും ഓരോ മീനിനെ പറക്കി എടുത്തുകൊണ്ടിരുന്നു. ഈ വെള്ളത്തിൻ്റെ നടുക്കിനേക്കാളും കൂടുതൽ ഈ അറ്റത്ത് കുറേ മീനുണ്ടായിരുന്നു. ഞാനും എൻ്റെ അനിയനും പിടിച്ച മീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വരയാൽ ഉൾപ്പെടെയുള്ള കുറേ മീനുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവസാനം ഈ മീനിനെയൊക്കെ പിടിച്ച് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. വീട്ടിൽ മാമനും മാമൻ്റെ കൂട്ടുകാരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മീനെല്ലാം ഞങ്ങൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ്. എൻ്റെ മാമൻ്റെ കൂട്ടുകാർ തന്നെ ഈ മീനിനെ കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി തന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. ബൈ. ഈ മീനുകളുടെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ബൈ.